ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ 130:2. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ചെവി ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. ആഹ്ലാദത്തിൻ്റെ സ്വരമല്ല കണ്ണുനീരിൻ്റെ സ്വരം, സമാധാനത്തിൻ്റെ സ്വരമല്ല സങ്കടത്തിൻ്റെ സ്വരം. കർത്താവേ, ചെവി ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. വല്ലാതെ അങ്ങ് ഞെരുങ്ങിപ്പോയവൻ്റെ, തകർന്നു പോയവൻ്റെ, പൊടിഞ്ഞു പോയവൻ്റെ, ഇല്ലായ്മയിലായി പോയവൻ്റെ പ്രാർത്ഥനയാണ്. ചെവി ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം അവിടുന്ന് ശ്രവിക്കണമേ. അപ്പോഴും ആശ്രയം ആ ദൈവത്തിങ്കലാണ്. ഇന്നോളം പ്രാർത്ഥിച്ച ആ ദൈവത്തിങ്കിൽ അവിടുന്ന് കേൾക്കും. അവിടുന്ന് അത്ഭുതത്തിൻ്റെ വഴി തുറക്കും. സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി അവിടുന്ന് വരും. അതൊരു വിശ്വാസമാണ്. പ്രാർത്ഥിക്കാം, തുടർന്നും പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ആ സന്നിധിയിൽ എത്താതെ പോകില്ല. കരുണാമയൻ അതിന് മറുപടി തരാതെയും പോകില്ല. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ യാചനകളുടെ സ്വരം ആ സന്നിധിയിലുണ്ട്. അവിടുന്ന് മറുപടി തരും, തീർച്ച. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.